ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്നേ ബൺ മസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ഞാൻ ഈവനിങ്ങിൽ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം ചായ ഉണ്ടാക്കാൻ നിൽക്കാം. ഇത് ഇറാനി ചായ എന്നല്ല കേട്ടോ. ഇറാനി ചായ എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറുകളോളം ദമ്മിലിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ ചായയാണ്. എനിക്കാണെങ്കിൽ മണിക്കൂറുകളോളം ദമ്മിലിട്ട് ഉണ്ടാക്കാൻ ടൈമും ഇല്ല. എന്നാൽ എളുപ്പത്തിന് കുക്കറിലിടാമെന്ന് വെച്ചാൽ കുക്കറിൻ്റെ വിസിലും കാണാനില്ല. ഇവിടെ എന്നോടുള്ള ദേഷ്യത്തിന് ഇവിടെ ഒരുത്തൻ എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചെടുക്കുകയാണ്. അവനോട് ചോദിച്ചപ്പോൾ ദേഷ്യം കഴിഞ്ഞൊക്കെ ചോദിച്ചപ്പോൾ ഓനിക്കാണെങ്കിൽ അത് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. ഞാനിത് ഇതേപോലെ കെറ്റിലിൽ അല്ലെങ്കിൽ ഒരു ടീ പോട്ടിലോ ചായക്ക് പാൽ ചായക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടിയും 2 ഏലക്കായ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ട ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ടല്ല, ഒന്ന് നൈസായിട്ട് ഒന്നിങ്ങനെ വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് ചെയ്യുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിന് ശേഷം അതാ കണ്ടൻസ്ഡ് മിൽക്ക്, ഈ ഒരു ടിന്ന് കംപ്ലീറ്റ് കണ്ടൻസ്ഡ് മിൽക്കും എൻ്റെ കഴിഞ്ഞത് ഈ ബൺ മസ്കിയും ആ ചായ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഒരുപാടൊന്നും എടുക്കണ്ട. കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസൊക്കെ കുറച്ചെടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് പെട്ടെന്ന് മടുക്കണ പോലെ തോന്നും. ആ ഒരു മധുരം കൂടുതൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മടുക്കൂട്ടാ. അപ്പോൾ അതാ ആ സമയത്തിനുള്ളിൽ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഓഫ് ചെയ്ത് വെച്ച് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു അളവിലേക്ക് നമുക്കൊരു 4 ബണ്ണാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ബണ്ണെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബണ്ണ് തന്നെ എടുക്കാൻ നോക്കുക. നമ്മളിവിടെ താറൂത്തുകാർക്ക് ഏറ്റവും നല്ല ബണ്ണ് കിട്ടുന്നത് താറൂത്ത് ബേക്കറിത്തെ ബണ്ണ് തന്നെയാണ്. നമ്മുടെ കടയിലൊക്കെ അതന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതന്നെ കേട്ടോ ഞാനും എടുത്തിട്ടുള്ളത്. അതിൽ 6 ബണ്ണ് വരുന്നുണ്ട്. അതിൽ 4 ബണ്ണാണ് ഈ ഒരു അളവിന് ഓക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ മുറിച്ചിട്ട് അതിലങ്ങനെ ഫില്ലാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലാക്കാം കേട്ടോ. കുറച്ച് ഞാനും ഫില്ലാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഓവറായിട്ട് ഞാൻ ഫില്ലാക്കിയിട്ടില്ല. ഓവറായിട്ട് ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ആ ഒരു ബട്ടർ വല്ലാണ്ട് എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഫില്ലാക്കിയാൽ മതി. അങ്ങനെ ഓവറായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ഫില്ലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ക്രീം ബണ്ണാണ്. ചായക്കോടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ക്രീം ബണ്ണ്. ഒരു ആവറേജ് ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മക്കൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും. ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇത് എനിക്കൊരു ആവറേജ് ടേസ്റ്റാണ് തോന്നിയതെങ്കിലും ഇവിടെയുള്ള 2 പേർക്കും അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4-ാമത്തെ 5-ാമത്തെ തവണയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 4 ബണ്ണിലും ക്രീം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായ ഒന്ന് കൂട്ടണം. ചായ കട്ടൻ വേറെ, പാൽ വേറെ, അങ്ങനെയല്ലേ തിളപ്പിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ചായ ഇങ്ങനെ കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ പാലിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കാതെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഈ ഒരു ബണ്ണിന് കോമ്പിനേഷനായിട്ട് പോകുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ചായയാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടുതൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യം ചായയും അതിന് ശേഷം കുറച്ച് പാലും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാൽ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, ഒരു സ്ട്രോങ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ പാലവിടെ നിർത്തിയിട്ട് കുറച്ചും കൂടി കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തുട്ടാ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ. അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയാണോ അത് ടേസ്റ്റ് തോന്നുന്നത് അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ഇത്രയാണ് കേട്ടോ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓവറായിട്ട് അങ്ങനെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്കെന്തായാലും ഇത്ര മതി. ഇവിടെയുള്ളൊരു ഈ ഒരു ടേസ്റ്റിൽ തന്നെ കേട്ടോ കഴിച്ചിട്ടുള്ളത്. സംഭവം നല്ലൊരു ക്രീം ബണ്ണാണ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ പെട്ടെന്ന് മട്ടിക്കൂട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് പെട്ടെന്ന് മട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഒരു നേരമൊക്കെ കഴിക്കാൻ ഓക്കെയാണ്. പിന്നെ നമ്മളുടെ ബേർഡ് അവന് ഫീഡ് ചെയ്യാൻ നോക്കുകയാണ്. കയ്യിലിങ്ങനെ വെച്ചിട്ട് ആളെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഓൻ്റെ അടുത്തേക്ക് വല്ലാണ്ട് വരുന്നില്ല കേട്ടോ. ഓന് ഈ ഓടുന്നതൊക്കെ കണ്ടിട്ട് അത് പേടിച്ചിരിക്കുകയാണ് തോന്നുന്നു. അത് കുട്ടിയല്ലേ, അതും പേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രീം ബണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻ ഡിഷിലേക്ക് കിടന്നു കേട്ടോ. ഈവനിങ്ങിലേക്ക് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ അധികം പൊരിച്ചിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ കറി വെക്കാൻ കണ്ടിട്ടുള്ളത് തന്നെ. നമ്മളെ നാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളത് നമ്മൾ നോർമലായിട്ട് കുക്കറിലൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ, അല്ലാന്ന് വെച്ചാൽ മുളകിട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പൊരിച്ച് ചിക്കൻ കറി വെക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചിക്കൻ കറിക്ക്. പിന്നെ ഇവിടെ ഈ ബ്രസ്റ്റ് പീസ് ആരും കൂട്ടൂല കറിയിൽ. ഇത് ഞാൻ ഒന്നല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അതിന് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ബാക്കിയുള്ള എല്ല് കഷ്ണങ്ങളുണ്ടല്ലോ അത് മാത്രമേ കേട്ടോ കറിയിലിടുള്ളൂ. അപ്പോൾ ഒന്ന് മസാല കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. നോർമൽ മസാലയാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീരും, അത് മാത്രം ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് മസാല കൂട്ടി വെക്കുക. പിന്നെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ.
വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ തന്നെ സാധനങ്ങൾ എടുത്തോടുത്ത് എടുത്ത് വെക്കുക എന്നുള്ളത്. എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയാറുള്ളതാണ്, ഇത് സാധനങ്ങൾ എടുത്തോടുത്ത് എടുത്ത് വെക്കുകയെന്ന്. കാരണം നമ്മൾ അത് അപ്പൊക്കെ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതിനായിട്ടൊരു ടൈം കണ്ടെത്തേണ്ടി വരും. അതായൊരു പണിയായിട്ട് തന്നെ അതുകൊണ്ട് മാറും. അപ്പോൾ എന്ത് സാധനമാണോ നമ്മൾ അപ്പം എടുത്തിട്ടുള്ളത് അത് അപ്പം തന്നെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, ഭാരമില്ലാത്ത പോലെ തോന്നും കേട്ടോ. ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഈ കുപ്പി തുറന്നിട്ട് അതിൻ്റെ മൂടി വേറെ കുപ്പി വേറെ വെക്കും, എല്ലാ പൊടികളും തുറന്ന് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഒന്നിച്ചൊരു എടുത്ത് വെക്കലാണ്. അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സാധനങ്ങൾ അപ്പൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നുകൾക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ചിക്കൻ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് ബസ്മതി റൈസ് ആട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബസ്മതി റൈസ് നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് അതങ്ങനെ മാറ്റി വെച്ചു. ഇങ്ങനെ വലിയ ബോളുണ്ടെച്ചെങ്കിൽ ഭയങ്കര സുഖമാണ് കേട്ടോ, ഇങ്ങനെ മസാല കൂട്ടാനും ഇതേപോലത്തെ കാര്യത്തിനൊക്കെ. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നല്ലേ ഈ ചിക്കൻ കറിയിൽ കൂടുതൽ ചിക്കൻ അതേപോലെ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് കൂടുതൽ വെളുത്തുള്ളി കൂടുതൽ ഇടാൻ നോക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലിടാതെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇഞ്ചി കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ടവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താഴ്ത്തി വിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേസ്റ്റ് കൊണ്ടുപോയി കളയുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ഈ ഉള്ളിയുടെ തോലൊക്കെ പെട്ടെന്ന് പറന്നു പോകും. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ അടിയിലൊരു ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കളഞ്ഞാൽ മതി. ഉള്ളിയും വെളുത്തുള്ളിയും അരിയുന്ന സമയത്താണ് എനിക്ക് ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ആവശ്യം ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് മേടിക്കാൻ പോകുന്ന സമയത്തൊന്നും ഞാനത് ശ്രദ്ധിക്കുക പോലും ചെയ്യൂല. അതുപോലെ എൻ്റെ ഗ്യാസും കേട് വന്നിട്ടുണ്ട്. ഇതിനും കാരണക്കാരി ഞാനാണ്. ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്, അടിയിൽ നിന്ന് എന്തൊക്കെയോ ഇളകി പോകുന്നു കണ്ടു. ഞാൻ കുറേയൊക്കെ വെക്കാൻ നോക്കി, പക്ഷേ അത് റെഡി ആയില്ല. അപ്പം തന്നെ മനസ്സിലായി ഇതിന് നാളെ മുതൽ കത്തൂല എന്നുള്ളത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ലൈറ്റർ കത്തിച്ച് കാണിക്കുമ്പോൾ കത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ആകെ കുക്ക് ചെയ്യുന്നത് ഈ ഒരു ബർണറിലാണ് അധികം. കാരണം ഇത് നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേതിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക, പക്ഷേ അതിൻ്റെ അടി പിടിക്കും. ഞാൻ അതിൽ കറി വെക്കുന്ന സമയത്ത് അധികം എൻ്റെ അടി പിടിക്കാറുണ്ടത്. എൻ്റെ 2 ചട്ടി ഇതിൽ കറി വെച്ചിട്ട് നാശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് അധികം കത്തിക്കാറില്ല. ഈ ചോറ് വെക്കുന്നൊക്കെ സമയത്താണ് ഞാൻ ഈ ഒരു ബർണർ ഉപയോഗിക്കാറുള്ളത്. അതേപോലെ ഞാൻ ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ അധികവും കറി ഉണ്ടാക്കാൻ നോക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ആ എണ്ണ ചൂടാക്കുന്നത്. അപ്പോൾ കറിയിലും ഇനി അത് വേണ്ട, പുതിയ എണ്ണ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയല്ല. ഇനി മുതൽ വെളിച്ചെണ്ണ എടുക്കലൊരു ടാസ്ക്കാണ്. ഇനിയിപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് തോണ്ടിയിട്ടൊക്കെ എടുക്കേണ്ടി വരും. കാരണം ഇവിടെ തണുപ്പ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഡപ്പയിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കാനുള്ള മടി കൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 3 ഉള്ളി അരിഞ്ഞിട്ട് അത് വാട്ടാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഞാൻ മുളക് അധികം ചേർക്കാറില്ല കേട്ടോ ചതക്കുമ്പോൾ. കാരണം എൻ്റെ കയ്യിലുള്ള മുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് അത്യാവശ്യം നല്ല എരിവുണ്ട്, മുളക് പൊടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവ് വരും. അപ്പോൾ പിന്നെ തീരെ കൂട്ടൂല. അവനക്ക് ഒരുപാട് എരിവൊന്നും പറ്റൂല. ഒരു ആവറേജ് എരിവൊക്കെ അവൻ താങ്ങും, പക്ഷേ കൂടുതൽ എരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഫുഡ് തന്നെ കഴിക്കൂല. അപ്പോൾ ഞാൻ ഒന്നല്ലെങ്കിൽ മുളക് ഇങ്ങനെ കീറിയിട്ടിടും, അല്ലാതെ ചതച്ചിടൂല. ചതച്ചിടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ എരിവ് അതിലേക്ക് ഇറങ്ങും. അല്ല നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊരു പ്രത്യേകതരം ടേസ്റ്റാണ്, മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പാടി ചതച്ചിട്ടിടുന്നത്. അങ്ങനെ എൻ്റെ ഒരു ട്രിപ്പ് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത ട്രിപ്പ് ഇടണം. മൊത്തമായിട്ട് ഇടരുത് കേട്ടോ. ഇത് ചിക്കൻ മുഴുവനായിട്ട് വേവൊന്നും വേണ്ട, പുറത്തൊരു നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് ഉള്ളിൽ കുറച്ച് വെന്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിത് കറിയിലിട്ടിട്ട് പിന്നെയും വേവിക്കൂട്ടാ. അങ്ങനെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുത്ത ചിക്കനാണിത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് അതും കംപ്ലീറ്റ് ആയിട്ട് പൊരിച്ചെടുക്കണം. നമ്മളെല്ലാം പാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് മുരിഞ്ഞ് കിട്ടൂല. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ മുരിഞ്ഞ് കിട്ടൂല. അത് വേവ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ട്രിപ്പായിട്ട് ഇടുന്നത്. അപ്പോഴേക്കും ഉള്ളി വാടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും പണി കിട്ടുന്ന ഒരു സാധനമാണ് ഇതേപോലുള്ള ഈ ക്ലീനിങ്. കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കൈ കൊള്ളാറുണ്ട്. പക്ഷേ ഞാനൊട്ടത് നിർത്താറുമില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കൂല, വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഈ ബർണറത്തെ മാറ്റിയിട്ട് മറ്റേ ബർണറിൽ വെക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കരിഞ്ഞൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ ഒരു ടേസ്റ്റ് ആ കറിയിൽ നന്നായിട്ട് കാണും. അതുപോലെ ഞാൻ ഇന്ന് തക്കാളിയല്ല കേട്ടോ ഇടുന്നത്, തക്കാളി പേസ്റ്റാണ് ഇടുന്നത്. ഇത് നമ്മൾ ഈ കാശ്മീരി ചില്ലി ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ലൊരു കളർ കൊടുക്കും കേട്ടോ കറിക്ക്, നല്ല ടേസ്റ്റുമാണ്.
ടൊമാറ്റോ പേസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ്. ഇല്ലയെന്ന് വെച്ചെങ്കിൽ നല്ലൊരു പഴുത്ത തക്കാളി ഇട്ടാൽ മതി. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞ പോലെ തക്കാളിയുടെ ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഞാൻ കറിയിലിടാറില്ല കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ വേണ്ട വെള്ളം അത് കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ ഒഴിക്കുക, അല്ലാന്ന് വെച്ചെങ്കിൽ അര ഗ്ലാസ് ഒഴിച്ചാൽ മതി. എനിക്കിത് നെയ്ച്ചോറിലേക്കാണ്, അപ്പോൾ ഞാൻ അര ഗ്ലാസ് ആയിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇനി കറി അവിടെ ഒരു 5 മിനിറ്റ് സിമ്മിലിരുന്നിട്ട് അങ്ങനെ വെന്താൽ മതി. അപ്പോഴത്തേനും ഞാൻ നെയ്ച്ചോറ് വെക്കുകയാണ്. നെയ്ച്ചോറ് ഞാൻ വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ട് നെയ്ച്ചോറ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അധികം നെയ്ച്ചോറ് ഇവിടെ വെക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ചോറ് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടൂലേ, അതിന് നാരങ്ങാനീരിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഇവിടെ വെക്കാറുള്ളത്. പിന്നെ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതേപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് അതേപോലെ ഗ്രീൻ പീസ് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചാലാണ് എല്ലാവരും കഴിക്കുക. മോൻ അത്യാവശ്യം പച്ചക്കറികൾ കറിയുടെ കൂടെയും അതേപോലെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോഴും കൂട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതേപോലുള്ള റൈസിലൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിലൊക്കെ അതിലൊക്കെ കഷ്ണങ്ങൾ അവൻ എടുത്തെടുത്ത് കഴിക്കും. അതുകൊണ്ട് എനിക്ക് അവനക്ക് പച്ചക്കറി കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അത് മക്കളെ ചെറുപ്പത്തിലേ ശീലിപ്പിക്കാഞ്ഞിട്ടാണ്. ഇവിടെ മോനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. അതവൻ എത്ര കിട്ടിയാലും കഴിക്കും. ഞാനാണെങ്കിൽ ആ സാമ്പാറിൽ മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യാനും ശ്രദ്ധിക്കാറുണ്ട്. അതങ്ങനെ എടുത്തെടുത്ത് കഴിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചില പാരൻസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, കുട്ടികൾ പച്ചക്കറി കഴിക്കുന്നില്ല, അവർക്ക് വിറ്റാമിൻസ് കിട്ടുന്നില്ല എന്നൊക്കെ. എനിക്ക് ആ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത 2-3 ഫുഡുണ്ട്. അത് ഞാൻ അവനക്ക് നിർബന്ധിക്കാറുമില്ല. നമ്മൾ കുട്ടികളെ എല്ലാം ഒന്നും നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. ചില പേരൻസ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓനിക്ക് പത്തിരി തീരെ പറ്റൂല. അതേപോലെ തന്നെ നേന്ത്രപ്പഴം. അവൻ ബാക്കിയുള്ള എല്ലാ ഫുഡും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഞാൻ ഇതുവരെക്കും ഞാൻ അവനോട് ഇങ്ങനെ കഴിക്കുക എന്നിങ്ങനെ ഓവറായിട്ട് പറയാറില്ല. ഒരു തവണ പറഞ്ഞു നോക്കും, ഈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവൻ കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട പറയും. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വിടും. കാരണം ഓനിക്ക് അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ വേറെയും മറ്റുള്ള സാധനങ്ങളും അതിന് പകരമായിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസും അതേപോലെ ചോക്ലേറ്റ്സൊക്കെ കൂടുതൽ മേടിച്ചു കൊടുത്തിട്ട് കുട്ടികൾ ഫുഡ് കഴിക്കണില്ല എന്ന് പറയുന്ന കുറേ പാരൻസിനെ എനിക്കറിയാം. അതൊരിക്കലും ചെയ്യരുത്. ഈ ബേക്കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മട്ടിക്കുള്ളൂ കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഫുഡൊന്നും അവർ കഴിക്കൂല. അതില്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച ഫുഡ് തന്നെ കൂടുതൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഹെൽത്തി ആയിട്ടിരിക്കും, നമുക്കും അതൊരു സമാധാനമാണ്. അങ്ങനെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങൾ കഴുകാൻ പോയിട്ടുണ്ട്. എൻ്റെ വൈകുന്നേരം മുതലുള്ള എല്ലാ പാത്രങ്ങളും സിങ്കിലുണ്ട്. എനിക്ക് ഈ സിങ്ക് നിറഞ്ഞ് കിടക്കുക എന്ന് പറയുന്നതിലും വലിയൊരു തലവേദന, എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ വേറെ ഇല്ല. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രങ്ങൾ ഇങ്ങനെ കഴുകുന്നതും ഈ രാത്രിക്കുള്ള ക്ലീനിങ്ങും തുടങ്ങിയിട്ട് ഇപ്പോൾ അതാ കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. മോൻ നല്ല ചെറുതിലാണ് ഞാൻ ആദ്യം ഇവിടേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് തന്നെ രാത്രിക്ക് ചിലപ്പോൾ വല്ലാണ്ട് കരയും. അപ്പോൾ പിന്നെ നമുക്ക് കഴുകാനൊന്നും പറ്റില്ല. പാത്രങ്ങളൊന്നും കഴുകാതെ അങ്ങനെ കിടക്കേണ്ടി വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആവും കഴുകുക. അപ്പോൾ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്ലീനിങ് കുറച്ച് ശ്രദ്ധിച്ചോളുണ്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ കൂറ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവൽ നടക്കൂല കേട്ടോ എന്നുള്ളത്. കാരണം ഇവറ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലത്തെ വലിയ ടൈപ്പ് കൂറകളാണെന്നാണ്. ഇവിടെ ചെറിയ ടൈപ്പ് കൂറകളാണ് വരുന്നത്. അതിന് എന്തോ ഒരു പേരുമുണ്ട്. ഇവറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. കാരണം ഈ വേസ്റ്റ് തിന്നാൻ കിട്ടിയിട്ടാണ് ഇവറ്റങ്ങൾ വരുന്നത്. അതായത് നമ്മുടെ അശ്രദ്ധ കൊണ്ടും വൃത്തിയില്ലാത്തതുകൊണ്ടും തന്നെയാണ് ഇവറ്റങ്ങൾ ഈ വരുന്നത്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാൻ നല്ല പാടാണ് കേട്ടോ. ഞാൻ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട് ആദ്യത്തെ റൂമിലാവുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ പറയില്ല, നമ്മൾ ശബ്ദം എടുക്കുമെന്ന് പറയില്ല, ഒരു പാറ്റനെ പോലും ഞാൻ ഇവിടെ കയറ്റൂല എന്നുള്ളത്. ഞങ്ങൾ ഈ ഒരു റൂമിലേക്ക് വന്നിട്ട് ഇപ്പോൾ അതായത് 7 മാസം കഴിഞ്ഞു കേട്ടോ. ഇതുവരെക്കും ഒരു പാറ്റയോ അല്ലെങ്കിൽ ഒരു കൂറ പോലും ഇവിടെ ഉള്ളിൽ വന്നിട്ടില്ല. പറയുമ്പോൾ നമ്മൾ താഴത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്.
അതിന് കാരണം ഞാനെടുത്ത ഡെയിലി റുട്ടീൻ ക്ലീനിങ്ങും അതേപോലെ വീക്ക്ലി ക്ലീനിങ്ങും അതേപോലെ മന്ത്ലി ക്ലീനിങ്ങും ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഡ്രെയിനേജ് സിസ്റ്റവും വേസ്റ്റ് മാനേജ്മെൻറ്റും നന്നായിട്ട് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇതേപോലെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ. ഇത് തിന്നാൻ കിട്ടി കണ്ടിട്ടാണ് പെറ്റങ്ങളിൽ വരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനേക്കാൾ മേലെയാണ് പാറ്റകളുടെ പിന്നാലെ എലി വരും, എലിയുടെ പിന്നാലെ വേറെ പല പല സാധനങ്ങളും ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ അതിനൊന്നും വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് ഇതേപോലെ വേസ്റ്റുകളൊക്കെ അപ്പോഴേക്കപ്പോഴേക്ക് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിടുക, അത് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഹസ്ബൻഡ് ആദ്യം ഈ ഒരു ഫീൽഡിലാണ് നിന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഈ നമ്മളെ മൊത്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിലുണ്ടല്ലോ, ആൾ 3 മാസമോ അതോ 6 മാസമോ കൂടുമ്പോൾ ആസിഡൊക്കെ ഒഴിക്കാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. അതൊക്കെ ആളാണ് ചെയ്യാറുള്ളത്. ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂറ അതേപോലെ തന്നെ മൂട്ട ഇതൊക്കെ വരുന്നത് ഒരു മാക്സിമം ഒഴിവാക്കുക. ഇവറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് ഐറ്റംസ് ഈ കൂറകൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ ഡ്രെയിനേജ് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അപ്പോൾ ഡ്രെയിനേജ് എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. ഈ കൂറകളാണെങ്കിൽ ഹിറ്റടിച്ചാൽ ചാവും ചെയ്യൂല, അവർ മയങ്ങി കിടക്കുകയേ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെയാണ് മുട്ടിട്ട് വെക്കുക. ഒരു പെറ്റ് പെരുകുന്നത് പെട്ടെന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അപ്സ്റ്റെയറിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ബെഡ്റൂം ഒന്ന് ഷിഫ്റ്റ് ആക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പ് തുടങ്ങിയില്ലേ, അപ്പോൾ മുകളിലത്തെ കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴത്ത് കൊടുന്ന് വെച്ചിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കളയണം. പിന്നെ കിച്ചൺ ക്ലീനിങ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കിച്ചൺ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ സമാധാനങ്ങൾ ഇതൊക്കെയാണ്. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്, എന്നാൽ ഒരുപാട് തണുപ്പ് തുടങ്ങിയിട്ടുമില്ല. ഇപ്പോൾ ഒരു രാത്രി 10 മണി 10:30 സമയം കേട്ടോ ഇത്. ഇവനെ ഇങ്ങനെ ഒന്ന് പുറത്തേക്കൊന്ന് ഇങ്ങനെ ആക്കി. ഇവിടെ നല്ല സ്പേഷ്യസ് ആണ്. സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഓടിച്ച് കളിക്കാനൊക്കെ സുഖമാണ്. ഇവൻ്റെ സൈക്കിൾ കേട് വന്ന് കിടക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല സുഖമാണ്, കുട്ടികൾക്ക് ഓടിച്ച് പഠിക്കാനും അതേപോലെ ഓടിച്ച് കളിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ പുറത്തിറങ്ങുന്ന സ്ഥലമാണ്. ഈ വീടിന് 2 ഡോറുകൾ വരുന്നുണ്ട്. ഒന്ന് ഫ്രണ്ട് ഡോറും പിന്നെ ഒന്ന് കിച്ചൺ സൈഡിലുള്ള ഡോറുമാണ്. ഞങ്ങൾ അധികം കിച്ചൺ സൈഡിലുള്ള ഡോറാട്ടോ ഓപ്പൺ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിരുന്നു ഇതെന്താ വില്ലയാണോ അതോ ഫ്ലാറ്റാണോ? ഇത് ഫ്ലാറ്റാണ് കേട്ടോ, വില്ലയല്ല. ഈ അപ്സ്റ്റെയർ കണ്ടിട്ടാണ് തോന്നുന്നു അവരങ്ങനെ ചോദിച്ചത്. ഇത് വില്ലയല്ല, ഫ്ലാറ്റാണ്. ഈ ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് വീട് ഇതേപോലത്തതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.